ഹേ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് എറിയൂലേക്കാണ്. എറിയൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്മോൾ ടൗൺ ആണ്. അതിനടുത്തൊരു ബീച്ചുണ്ട്, ഒരുപാട് ട്രയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. സോ ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എറി ബീച്ചിലേക്കാണ്. ഇവിടെ നിന്ന് എനിക്കൊന്ന് ചാത്തം കെൻറ്റിൽ ഞങ്ങൾക്ക് ഇവിടെ രണ്ട് ബീച്ചുള്ളൂ ആക്ച്വലി. ഒന്ന് എറി ബീച്ചും പിന്നെ മിച്ചൽസ് ബേയും. സോ ലെറ്റ്സ് ഗോ. സോ ഒരു ചായ മേടിച്ചു തുടങ്ങാം. Hi, can I take your order, please? Hi, can I get a medium dark roast double? Okay, And that's all. thank you. Thanks. അങ്ങനെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 30-minute ഡ്രൈവ് ഉണ്ട് ഈ പറഞ്ഞ എറി ബീച്ചിലേക്ക്. ഞാനിവിടെ എല്ലായ്പ്പോഴും വരാറുള്ളൊരു സ്ഥലമാണ്. എന്താ പറയുക, ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോയി. മുന്നേ ഞാൻ സാർണിയല താമസിച്ചിരുന്നത്. സാർണിയലായിരുന്നപ്പോൾ എല്ലാം വളരെ അടുത്തായിരുന്നു. 30-minute ഡ്രൈവ് പോലും വേണ്ട. ലൈക്ക് ഡെയിലി ഞാൻ പോയി വരാറുണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഡ്രൈവ് ചെയ്യണം, അല്ലാതെ നടക്കും. മുന്നേ കണ്ടിരിക്കുന്ന പോലെ തന്നെ കോണുകളൊക്കെ വളർന്നു തുടങ്ങി. കണ്ട ശ്രദ്ധിച്ചോ? ഞാൻ മുന്നിട്ട വീഡിയോസിലൊന്നും കോൺ ഇത്ര വളർന്നുണ്ടായിരിക്കില്ല. നോക്കി, വീറ്റൊക്കെ ഓൾമോസ്റ്റ് എന്താ പറയുക ഹാർവെസ്റ്റിങ്ങിൻ്റെ ടൈമായി. പിന്നെ കണ്ടല്ലേ അങ്ങനെ ഇവിടെ നോക്കുക, കോണിൻ്റെ ഒക്കെ വലുപ്പം നോക്കുക. പക്ഷേ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണിക്കുമ്പോൾ വിചാരിച്ചാൽ അത് കണ്ടോ അറ്റത്ത് കാണുന്നത്, അത് ഇവിടുത്തെ ഒരു വലിയൊരു ലാൻഡ് ഫില്ലാണ്. എനിക്ക് തോന്നുന്നു ഇവർ എന്താ വെച്ചാൽ സിറ്റികളെന്നൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഒരു റിമോട്ട് ഏരിയ ആണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഇവർ ഡംപ് ചെയ്യുന്ന ഇവിടുത്തെ ലാൻഡ് ഫില്ലുകൾ. ഓക്കെ, അതൊന്നും ചിലപ്പോൾ ടൊറൻറ്റോ വലിയ വലിയ സിറ്റികളെന്നൊക്കെ വരുന്നുണ്ടാവും, അറിയില്ല കറക്റ്റായിട്ട് എവിടുന്ന് വരുന്നത്. പക്ഷേ അതൊരു ലാൻഡ് ഫില്ലാണ്. പക്ഷെ ഇവിടെ ലാൻഡ് ഫില്ലുകളായാലും നല്ല പ്രോപ്പർലി മാനേജ്ഡ് ആണ്. എറി ബീച്ചിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയ റോഡാണ് ഞാൻ എടുത്തത്. സാധാരണ ഇങ്ങനെ ചെറിയ റോഡുകളാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. ബീച്ച് നോക്കി കണ്ടോ, ഇവിടെ ചുറ്റിലും ഈ വീടുകളാണ്. ഈ വീടിൻ്റെ പുറകിൽ ബേസിക്കലി ബീച്ചാണ്. നോക്കി കാണാണ്ട് കണ്ടോ, ഈ വീടിൻ്റെ പുറകിൽ ബീച്ചാണ്. ഇത് രസമാണ് ഇവിടുത്തെ വീടുകളാണ്. ഇവിടെ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന ഈ കല്ല് വെച്ചില്ലേ ഭിത്തിയുടെ അപ്പുറത്ത് ബീച്ചാണ്.
ഇവിടെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കാൻ മറന്നു. ഇവിടെ ഇറങ്ങുമ്പോൾ കാണാം. ഇത് ഈ എറി ബീച്ചിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. ജസ്റ്റ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ഒരു ലുക്ക് ഔട്ട് ഏരിയ ഉണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ പിള്ളേർ നമ്മുടെ നാട്ടിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പോലെ പേരുകളൊക്കെ എഴുതി ചെയ്യണമുണ്ട്. TG+BS. പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര ചൂടുള്ള സമയമാണ്. ഇവിടെ സമ്മർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറ്റാവും. നാട്ടിലെ ഏകദേശം ഇതുപോലൊക്കെ തന്നെ. ഇവിടെ ഇത്രയും പോപ്പുലേഷൻ ഇല്ലാത്തൊരു രാജ്യമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ആളുകളുടെ ഭാഗത്തു നിന്നായാലും ഇവർ ഫാമിങ് എന്ത് സീരിയസ് ആയിട്ട് എടുക്കുന്നതെന്ന് അറിയാം. ഇവർക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഗ്രെയിൻസും കാര്യങ്ങളൊന്നും എക്സ്പോർട്ട് ചെയ്യേണ്ടി വരുന്നില്ല. നമ്മുടെ നാട്ടിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുത്തന് കൃഷി ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടാവുന്ന പണി വേറെ ഒന്നുമില്ല. നാട്ടിൽ കൃഷി എന്നിരിക്കട്ടെ, എന്ത് സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒന്നും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അറിയുന്നവർ തമ്മിൽ സഹായിക്കുക. എന്താ പറയുക, ഒരു ഹോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആളുകൾ അറിയുന്നവരെ സഹായിക്കുള്ളൂ. അല്ലാതെ എന്താ പറയുക, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ